T20 പരമ്പര 1-1 സമനിലയോടെ അവസാനിച്ചതോടെ ഇനി എല്ലാ കണ്ണുകളും ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന പരമ്പരയിലേക്കാണ്. 3 ഏകദിനങ്ങളാണ് ടീം ഇന്ത്യ ദക്ഷിണാഫ്രിക്കയിൽ കളിക്കുക. മലയാളി താരം സഞ്ജു സാംസൺ ടീമിലുണ്ട് എന്നത് ഈ പരമ്പരയുടെ ഇരട്ടി ആവേശമാക്കുന്നു. ജോഹന്നാസ്ബർഗ് വേദിയാകുന്ന ആദ്യ ഏകദിനത്തിൽ തന്നെ മലയാളി താരം സഞ്ജു സാംസൺ കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഡിസംബർ 17-ാം തീയതിയാണ് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ആദ്യ ഏകദിനത്തിൽ മുഖാമുഖം വരുന്നത്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 മത്സരം ആരംഭിക്കുക. T20 പരമ്പരയില്ലാതിരുന്ന മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ ആദ്യ ഏകദിനത്തിൽ ഋതുരാജ് ഗെയ്ക്വാദിനൊപ്പം ഇന്ത്യൻ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാൻ സാധ്യതയുണ്ട്. സഞ്ജു തന്നെയായിരിക്കും വിക്കറ്റ് കീപ്പർ. രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും യശസ്വി ജയ്സ്വാളും ഇഷാൻ കിഷനും ഇല്ലാത്തതാണ് സഞ്ജുവിന് ഓപ്പണറുടെ റോളിലേക്ക് വഴിയൊരുക്കുക. സായ് സുദർശനാണ് ഓപ്പണർ റോളിലേക്ക് പരിഗണിക്കപ്പെടേണ്ട മറ്റൊരു ബാറ്റർ. 3-ാം നമ്പറിൽ തിലക് വർമ്മയും 4-ാമനായി ശ്രേയസ് അയ്യരും വരാനാണ് സാധ്യത. ടീം ഇന്ത്യ ഏകദിനത്തിൽ 4-ാം നമ്പറിൽ സ്ഥിരമായി കളിക്കുന്ന താരമാണ് ശ്രേയസ് അയ്യർ. 5-ാമനായി ക്യാപ്റ്റൻ രാഹുലും 6-ാമനായി റിങ്കു സിംഗ് വരുന്നതോടെ സ്പെഷ്യലിസ്റ്റ് ബാറ്റർമാർ അവസാനിക്കും. അക്സർ പട്ടേലായിരിക്കും ഓൾറൗണ്ടർ സ്ഥാനത്തേക്ക് വരാൻ സാധ്യത. പേസർമാരായി ദീപക് ചാഹർ, ആവേശ് ഖാൻ എന്നിവരും അതോടൊപ്പം ഹർഷദീപ് സിംഗ്, മുകേഷ് കുമാറും 11-ൽ സ്ഥാനം പിടിക്കും. ഫോമിലുള്ള കുൽദീപ് യാദവ് തന്നെയായിരിക്കും സ്പിന്നറായി ടീമിലെത്തുക. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.